കരിച്ചകം ചാമുണ്ഡി ദേവി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ താല്പര്യമാണ് ഈ ജനകീയ രാമായണ പാരായണം ആക്കുക എന്നുള്ളത്. കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലാണ് കർമാനോസ് ഇപ്പോഴുള്ളത്. ഇവിടെ രാമായണ പാരായണത്തിന് നിലവിളക്ക് കൊളുത്തി അതിനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. ശ്രീ രാധാകൃഷ്ണനാണ് എന്നോടൊപ്പമുള്ളത്, കൂടെയുള്ളത് സുദർശനാണ്. ഇവർ രണ്ടുപേരുമാണ് ഇവിടെ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകുന്നത്. ശ്രീ സുദർശനും ശ്രീ രാധാകൃഷ്ണനും ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാകുന്നുണ്ട് രാമായണ പാരായണം നടത്തുന്നതിനും രാമായണം കൂടുതൽ മനസ്സിലാക്കുന്നതിനുമൊക്കെ. അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഈ കരിച്ചകം ചാമുണ്ഡി ദേവി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ താല്പര്യമാണ് ഈ ജനകീയ രാമായണ പാരായണം ആക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി പഠിച്ചു കഴിഞ്ഞവർ, നല്ലവണ്ണം പാരായണം ചെയ്യുന്നവരും പഠിക്കാൻ താല്പര്യമുള്ളവരും ഈ സന്നിധിയിൽ വരുന്നുണ്ട്. അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റിയും ഞങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് നല്ലവണ്ണം പാരായണം ചെയ്യാനുള്ളൊരവസരം ഈ കർക്കിടക മാസത്തിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം അങ്ങ് ക്ഷേത്ര സന്നിധിയിൽ രാമായണ പാരായണം ചെയ്യുന്നുണ്ടായിരുന്നു. തുടങ്ങും. അവിടെ 5 തൊട്ട് 6 മണി വരെ ക്ഷേത്രത്തിനകത്തും 6:30 ശേഷം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വായിക്കാനുള്ള, പാരായണം ചെയ്യാനുള്ള എല്ലാ അവസരവും, അവർക്ക് തെറ്റുകൂടാതെ വായിക്കാനുള്ള അവസരവും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ വായിച്ചാൽ 1 മാസം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും 30 ദിവസം കൊണ്ട് ദിവസം 1 മണിക്കൂർ വായിക്കുകയാണെങ്കിൽ പൂർണ്ണമായും പാരായണം ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് അങ്ങയുടെ സ്റ്റുഡൻസിൻ്റെ ഒരു താല്പര്യം? അല്ല, അവർക്ക് അചഞ്ചലമായ ഭക്തിയുള്ളവരാണ് ഇവിടെ വരുന്നവരെല്ലാം തന്നെ. നല്ലവണ്ണം അതിൻ്റെ മുമ്പിലിരിക്കുന്ന അദ്ദേഹവും ഒക്കെ നല്ലവണ്ണം പാരായണം ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇതിനകത്ത് ചില അക്ഷര ശുദ്ധി വരാൻ വേണ്ടി അല്ലെങ്കിൽ പദച്ഛേദം നടത്താൻ വേണ്ടി നമ്മുടെ ഹെൽപ്പ് ആവശ്യമാണ്. അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. നല്ലവണ്ണം പാരായണം ചെയ്യാൻ അറിയുന്നവരും ഉണ്ട്. പഠിതാക്കളായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതിന് എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ മേഖലയിൽ അങ്ങ് പ്രവർത്തിക്കുന്നു. അല്ല, 10 കൊല്ലം ഈ കരികകത്താണ്. 96 മുതൽ രാമായണമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പുതിയ തലമുറയോട്, അവരാണല്ലോ മടിച്ചു നിൽക്കുന്നത് ഇങ്ങോട്ട് വരാൻ. ഇപ്പം എന്നെ പോലുള്ളവരായാലും എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ളവരായാലും ചേച്ചിമാരും ഒക്കെ അവർ രാമായണം വായിക്കാൻ സന്നദ്ധരാണ്. പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ടവർ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. അവരെ നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക? ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രാമായണം, അന്ധകാരം മാറണം. അത് അന്ധകാരം മാറി വെളിച്ചത്തിലേക്ക്, വിജ്ഞാനത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക് വരാൻ ഈ രാമായണ പാരായണം കൊണ്ട് കഴിയും എന്നുള്ളതാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ രാമായണത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ രാമായണത്തിലൂടെ മനസ്സിലാക്കാനും അത് അനുഭവവേദ്യമാക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് ഇതിലേക്ക് വരണമെങ്കിൽ ഭക്തി വേണം എന്നുള്ളതാണ് പ്രധാനം. കാരണം ഇതിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ പുത്രന്മാരെ പറ്റി പറയുന്നുണ്ട്. ഇതിനകത്ത് 3 തരം പുത്രന്മാരുണ്ട്. അച്ഛൻ്റെ ഇച്ഛ എന്താണെന്ന് അറിഞ്ഞ് കണ്ട് പെരുമാറുന്നവനാണ് ഉത്തമപുത്രൻ. അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കുന്നവൻ മധ്യമനായിട്ടുള്ള പുത്രനാണ്. എന്നാൽ അച്ഛൻ്റെ ഒരു ആജ്ഞ കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റെ കർത്തവ്യമല്ല എന്ന് പറയുന്നവരെ പിതാവ് ഉപേക്ഷിച്ച മലത്തിനു തുല്യം കാണണമെന്നാണ്, അവരെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് രാമായണം പറയുന്നത്. അങ്ങനെ പിന്നെ മലയാളത്തിലുള്ള അക്ഷരജ്ഞാനം, അത് മറ്റ് ഭാഷ നമുക്ക് സംസാരിക്കുമ്പോൾ, ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ അക്ഷരസ്ഫുടതയോടുകൂടി സംസാരിക്കാനുള്ള ഒരു കഴിവ് രാമായണ പാരായണത്തിലൂടെ ലഭിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ശ്രീ രാധാകൃഷ്ണനും ശ്രീ സുദർശനും ചേർന്ന് ചെയ്യുന്ന ഈ ഒരു സംരംഭം, അത് ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് മാത്രമല്ല പുതുതായി വരുന്നവർക്കും വളരെയധികം പ്രചോദനമാകുന്നു. ഇതൊരു നല്ല സംരംഭം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ രാമായണത്തെക്കുറിച്ച് അറിയുന്നവർ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊരു നല്ല മാതൃകയാണ്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ ഈ രാമായണ ഗ്രന്ഥം ഇത് സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നത് ഒന്നും തന്നെ ഇതിൽ നിന്ന് കിട്ടില്ല. അവിടെ നമ്മൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് അവിടെ നിന്ന് സാറ് ചോദ്യമായിട്ട് ഇങ്ങോട്ട് തരാം, നമ്മൾ തിരിച്ച് പരീക്ഷ സമയത്ത് തിരിച്ച് കൊടുത്തിട്ട് പോരണം. അത് പ്രാക്ടിക്കലല്ല. അതേസമയത്ത് രാമായണം ജീവിതത്തിൻ്റെ സർവത്ര പ്രാക്ടിക്കലാണ്. ഈ ഗ്രന്ഥം സിലബസ് മാറാത്ത ഗ്രന്ഥമാണ്. മറ്റേ ഗ്രന്ഥം കാലാകാലങ്ങളിൽ അവർക്ക് അനുസരിച്ച് മാറ്റം വരുന്ന പാഠപുസ്തകങ്ങളാണ്.
ഇത് ഒരു കാലത്തും മാറ്റം വരാത്ത ഒരു സിലബസ് മാറാത്ത ഗ്രന്ഥമാണ് നമ്മുടെ രാമായണം തുടങ്ങിയിട്ടുള്ള പുരാണങ്ങളൊക്കെയും. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണിത്. സർവോപരി ഇപ്പോൾ കരിക്കം ചാമുണ്ഡി ദേവി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വരുന്ന കാലത്ത് ഇവിടെ നല്ലൊരു രാമായണ പാരായണ സംഘം ഉണ്ടാവും. മറ്റെല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു ടീമിനെ വാർത്തെടുത്ത് കൊണ്ടുപോകാൻ കഴിയും. അതിന് കഴിയത്തക്ക രീതിയിലാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്ത് സംഘാടകരും സമിതിക്കാരും കമ്മിറ്റിക്കാരെല്ലാം രൂപപ്പെടുത്തി കൊണ്ടുവരുന്നത്. കരിക്കം ദേവീക്ഷേത്രം ഭാരതത്തിലൊന്നുമല്ല ലോകം ഒട്ടുക്കും അറിയപ്പെടും പോലെ നാളെ കരിക്കം ദേവീക്ഷേത്രത്തിലെ ഒരു രാമായണ പാരായണ സംഘവും ലോകമൊക്കെ അറിയപ്പെടുന്ന രീതിയിൽ വളർന്നു വരും എന്നതാണ് ഇതിനെക്കുറിച്ച് പറയാൻ. സതുദ്ദേശത്തോട് തുടങ്ങിയ ഈ ഒരു സംരംഭം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വിജയത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനോടൊപ്പം നിൽക്കുന്നവരാണ് ഇവർ രണ്ടാളും. എല്ലാവിധ ആശംസകളും.